അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിത്തരണം സർ. വലിയ ബാധ്യതയായിരിക്കുക. അവനിപ്പോ എന്റെ വീട്ടിൽ ഇടിച്ചു കയറി താമസിക്കുക. ആ കഥയൊക്കെ ഞാൻ മണത്തറിഞ്ഞു. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ല. എന്ത് കഥയാ? എന്ത് കഥയാ സാർ അറിഞ്ഞത്? അല്ല, അവനുകൂടി അവകാശപ്പെട്ട സ്വത്താണത്. നിങ്ങളത് തന്ത്രപരമായി അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാനിത് അറിഞ്ഞു കൊടുത്ത് ശർമ്മള വിഷമിക്കണ്ട. ഞാനൊരു സത്യസന്ധം മാത്രമല്ല, പരമസാധു കൂടിയാ. അല്ല, ശർമ്മള ഒരു സാധുവാണെന്ന് കനക എന്നോട് പറഞ്ഞു. അവള് പറഞ്ഞ ഞാൻ എന്തും വിശ്വസിക്കൂട്ടോ. അപ്പൊ ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ശർമ്മിളയ്ക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. സത്യത്തിന് നിരക്കുന്ന എന്തിനും ഈ പവിത്രനസൈ കൂടെയുണ്ട്. ഓക്കേ? ശരി സർ. ആരാ നാത്തൂനെ വിളിച്ചത്? ആ പവിത്രനസയ്യ. എന്താ കാര്യം? അശോകന് ജാമ്യം കിട്ടിയെന്നു. അയ്യോ, ആ അശോകനെ എങ്ങനെ സഹിക്കാം? ഈ SI എങ്ങനെ ഒതുക്കുന്ന ഞാൻ ആലോചിക്കുന്നേ. എന്തു പറ്റി നാത്തൂനെ? തൊട്ടേനും പിടിച്ചേനും എല്ലാം ആ അലവലാതിക്ക് കാശാ. ഇപ്പോ ഈ ചെറിയൊരു ഇൻഫർമേഷൻ തന്നതിന് ഇനി കാശ് ചോദിക്കുമെന്നാ എന്റെ പേടി. അയ്യോ, എന്നാ ഇപ്പൊ ആ പെണ്ണുപിള്ള വിളിക്കും, ആ കനകം. കാശ് കൊടുക്കുന്നതിലല്ല നാത്തൂനെ സങ്കടം. ആ പെണ്ണും പിള്ളയ്ക്ക് ലക്ഷ്യത്തിന്റെ കണക്കല്ലാതെ വേറൊന്നും അറിയില്ല. അത് നേരാ, ആർത്തി പണ്ടാരം. ആ പിന്നെ കാശ് വാങ്ങിയിട്ടാണെങ്കിലും അയാള് വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മളെ രക്ഷിച്ചത്. ആ ഒരു കടപ്പാടുള്ളത് കൊണ്ടാ ഞാൻ അങ്ങ് ക്ഷമിക്കുന്നത്. കാശ് നേരി വാങ്ങാൻ സത്യസന്ധൻ വന്നുന്നാ തോന്നണേ. താൻ എങ്ങോട്ടായി പോകുന്നത്? കണ്ടറിയില്ലേ? അകത്തേക്ക് പോകാൻ പറ്റില്ല. ആനാ ഇയാളെയല്ലേ ഇന്നലെ ഇവിടുന്ന് പോലീസ് പിടിച്ചോണ്ട് പോയത്? സ്വന്തം ഏട്ടനെ കൊല്ലാൻ നോക്കിയതിന്? ഇതാ മറ്റോനാ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് പോയ കൊലയാളി. ഞാൻ കേറ്റുപിടുത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ തല്ലാൻ വരുവാ. തൊട്ടുപോലെ തന്നെ കാര്യം പറയാതെ കളിക്കാൻ വന്നാണല്ലോ. ഞാൻ കൊലയാളിയൊന്നുമല്ല. അകത്ത് കിടക്കുന്നതേ എന്റെ ജീവനായ ഏട്ടനാ. ആ മനുഷ്യനെ ഞാൻ കൊല്ലാൻ നോക്കൂ. എന്നിട്ടാണോ തന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത്? താനാരാ? ഞാൻ ഈ ഹോസ്പിറ്റലിലെ മാനേജരാ. പോലീസ് പിടിച്ചോണ്ട് പോകുന്നവരൊക്കെ ക്രിമിനൽസ് ആണെന്ന് തന്നോടാരാ പറഞ്ഞത്? തനിക്ക് സംശയം ഉണ്ടെങ്കിലേ അകത്തെന്റെ ഏട്ടന്റെ ഭാര്യയുണ്ട്, അവരെ വിളിച്ചു ചോദിക്ക് ഞാൻ ആരാണെന്ന്. അവര് പറയട്ടെ ഞാൻ അകത്തേക്ക് വരണോ വേണ്ടിയൊന്ന്. ആര് പറഞ്ഞാലും തന്നെ അകത്തേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. താൻ പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അതെ, ഇന്നലെ പോലീസ് പിടിച്ചോണ്ടുപോയ അശോകൻ എന്ന് പറഞ്ഞ ആളില്ലേ, ദേ അപ്പുറത്ത് കിടന്ന് ബഹളം വെക്കുന്നു. ഈശ്വര, ചേച്ചി കാണുന്ന പറയുന്ന. എന്താ എന്താ അശോക പ്രശ്നം? ഞാൻ എന്റെ ഏട്ടനെ കാണാൻ പാടില്ലെന്നാ ഇവർ പറയുന്നത്. ഞാനത്ര എന്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചത്. അയ്യോ, അങ്ങനെയൊന്നും അല്ല. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. പോലീസിന് അത് ബോധ്യപ്പെട്ടപ്പോ വിടുകയും ചെയ്തു. അത് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇപ്പൊ അറിഞ്ഞല്ലോ, അത് മതി. അതെ, പോകുന്നതൊക്കെ കൊള്ളാം. ഇനി ഇവിടെ എന്തെങ്കിലും ബഹളം കേട്ടാ അപ്പം ഞങ്ങൾ പിടിച്ച് പുറത്താക്കും.
എടുത്തി വാ. അതെ മാഡത്തിന്റെ ഒറ്റ ഗ്യാരണ്ടിയില്ല ഞങ്ങൾ ഇയാളെ കടത്തിവിടുന്നത്. ഓ പിന്നെ ഇല്ലെങ്കിൽ അയാളെ കൂട്ട്. അശോക പ്ലീസ്, ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയുണ്ട് സാറേ ഭ്രാന്തന്മാര്. ഏട്ടനിപ്പോ 48 മണിക്കൂർ കഴിയട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ പിന്നെ അശോക, ഇന്നലെ വേറൊരു പ്രശ്നം ഉണ്ടായി. ഇവിടെ വന്ന് എന്നെയും കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ സപ്തതീജിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ എന്തു പറ്റി? റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു വണ്ടി തട്ടിയതാ. എന്നിട്ട് സപ്തതി ഇപ്പോ ഇവിടെ ഒബ്സർവേഷൻ മോഡലുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആ ഷോക്കിലപ്പോ ബോധം പോയിന്നേ ഉള്ളൂ. വഴിയിൽ കണ്ടുവന്ന് ആരൊക്കെ ചേർന്ന് ഇവിടെ എത്തിച്ചു. അപ്പൊ ഹർഷൻ എന്ന് പറയുന്നവനുണ്ടോ അവിടെ? ഇല്ല, അതാ അശോക പ്രശ്നം. ഹർഷേട്ടനെ കാണാനില്ല. കാണാനില്ലെന്നോ? ശരിക്കും ആ വിവരം കൂടി പറയാനാ സപ്തതീച്ചെന്നെ കാണാൻ വന്നത്. എന്നെ അശോകനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ ചേച്ചി ഹർഷേട്ടനെ പറഞ്ഞയച്ചതാ. പക്ഷെ ഇതുവരെ ഹർഷേട്ടൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ പിന്നെ സംശയിക്കാനൊന്നുമില്ല. ഇതെല്ലാം ശർമ്മളയുടെ കളിയാ. സപ്തതിയുടെ ഈ ആക്സിഡന്റ് പോലും. ഏതായാലും ഹർഷനെ അവര് കൊല്ലാനൊന്നും പോകുന്നുണ്ട്. വില്ലത്തിയാണെങ്കിൽ പെറ്റ തളയല്ലേ. ഞാനും അതന്നെ ചേച്ചിയോട് പറഞ്ഞത്. എല്ലാം പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് അയച്ചപ്പോഴാ ഓർക്കപ്പുറത്ത് ഈ ഒരു ആക്സിഡന്റ്. പറഞ്ഞില്ലേ ഇത് ആക്സിഡന്റ് ഒന്നുമല്ല, ഒന്നാം തരം ഒരു മർഡർ അറ്റംപ്റ്റ്. ആയിരിക്കാം, പക്ഷെ നമുക്ക് തെളിവില്ലല്ലോ. തെളിവും വെളിവൊക്കെ ഞാനുണ്ടായിക്കോളാം. വേണ്ട, തൽക്കാലം അശോകൻ ഒന്നിനും പോണ്ട. അറിയാലോ, ആ SIയും ശർമ്മളെ ഒന്നാ. ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടവരാ നമ്മൾ. ഇനി ചെയ്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ടാലോ? പറഞ്ഞില്ലേ ഇപ്പൊ ഒന്നും വേണ്ടാന്ന്. അശോകൻ ഇങ്ങനെ കൂടെയുള്ളതാ എന്റെ ബലം. എടുത്തുചാട്ടം കാണിച്ച് അത് നഷ്ടപ്പെടുത്തരുത്. എടുത്ത് പേടിക്കണ്ട, ഞാൻ എടുത്തുചാടാൻ നിൽക്കില്ല. പക്ഷേ ഈ ഇട്ടാവട്ടത്തിലുള്ള വെൺമണി പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ലോകത്തിന്റെ അതിര്. അതെന്താണെന്ന് ഞാൻ ആ SIക്ക് ശർമ്മളക്കും അധികം വൈകാതെ കാണിച്ചു കൊടുക്കും. മാഡത്തെ അകത്ത് ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. ആ എത്തിയോ? എന്താ ഡോക്ടറിന്റെ ചേച്ചിക്ക്? ഒരു കുഴപ്പമില്ല. നൗ ഷീസ് നോർമൽ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാം. ചേച്ചി, വണ്ടി തട്ടിയപ്പോ പെട്ടെന്നുള്ള ഷോക്കിൽ അൺകോൺഷ്യസ് ആയതാ. ഭാഗ്യത്തിന് എക്സ്റ്റേണലോ ഇന്റേണലോ ആയ ഒരു പരിക്കുകളുമില്ല. ശരിക്കും കുട്ടിയെ വണ്ടി തട്ടിയോ? ഓർമ്മയില്ല ഡോക്ടർ. പിന്നീന്ന് ആരോ വന്ന് തള്ളി വീഴ്ത്തിയ പോലെയാ തോന്നിയത്. പേടിച്ച് അപ്പൊ തന്നെ ബോധം പോയി. പിന്നെ കണ്ണു തുറക്കുമ്പോ ഇവിടെയാ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ പേടിയൊക്കെ പോയല്ലോ അല്ലേ? സിസ്റ്റർ, ഡിസ്ചാർജിനുള്ള ഏർപ്പാട്. ശരി ഡോക്ടർ. ഓക്കെ, സീ യു. ടേക്ക് കെയർ. സംയുക്തേ, എന്റെ ഹർഷേട്ടന്റെ വല്ല വിവരമുണ്ടോ? ചേച്ചി വിഷമിക്കാതെ, ഹർഷേട്ടൻ വരും. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു മോളെ. ഇനിയൊരു പക്ഷേ നീ ഇന്നലെ പറഞ്ഞ പോലെ ഹർഷേട്ടൻ മിസ്സായത് അമ്മയുടെ അറിവോടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെങ്കിൽ? ഒന്നുമില്ല, ഹർഷേട്ടൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. അശോകനെ ഞാൻ ഏർപ്പാട് ചെയ്യാം. അശോകൻ എവിടെയുണ്ട്? ഞാനിവിടെയുണ്ട്. സപ്തതി പേടിക്കണ്ട,
അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അശോക, കരയേം പിഴിയൊന്നും വേണ്ട. പെണ്ണുങ്ങൾ കരയുന്നത് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താ അശോക? പറ്റുകയാണെങ്കിൽ എനിക്കെന്റെ അഭിയേട്ടനെ ഒന്ന് കാണണം. പേടിക്കണ്ട, ഏട്ടൻ എന്നെ കാണണ്ട. ദൂരെ നിന്ന് ഞാൻ വെറുതെ അല്ല, ഒന്നും വേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. പിന്നെ വെറുതെ ഒരു മനസ്സുറക്കായിക്കാം. മനുഷ്യനല്ലേ, ചുമ്മാ ഓരോ ചാബല്യങ്ങള്. പറ്റുമോ? ഞാൻ ഡോക്ടറുടെ പെർമിഷൻ മേടിക്കാം. അതൊന്നും വേണ്ട, എനിക്ക് ഏട്ടത്തിയുടെ പെർമിഷൻ മതി. ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ദൂരെ നിന്ന് കണ്ട് വേഗം പോന്നോളാം. അശോകന് എന്തിനാ എന്റെ പെർമിഷൻ? അഭിയേട്ടനെ കാണാൻ എന്നെക്കാളും അർഹതയുള്ളത് അശോകനാ. അത് ഏട്ടൻ മാത്രം സമ്മതിച്ചു തരുന്നില്ലല്ലോ. എല്ലാം ശരിയാവും. അഭിയേട്ടനൊന്ന് ബോധം വന്നോട്ടെ, ഞാൻ പറഞ്ഞ ശരിയാക്കാം. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. വളർന്നത് ശർമ്മലയുടെ കൂട്ടത്തിലാണെങ്കിലും ചോര എന്റേതാ. വീറും വാശിയും ഒരുപാട് കൂടിയനുമാ. ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ ചാവണം. അങ്ങനെ തീരൂ. ഏട്ടാ, ഏട്ടന് ബോധമുള്ളപ്പോ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ജന്മം അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഏത് ശത്രുതയ്ക്കും ഒരു പരിധിയില്ല ഏട്ടാ. നമ്മളൊരു രക്തമല്ലേ? അല്ലെങ്കിൽ തന്നെ എന്ത് തെറ്റാ ഞാൻ ഏട്ടനോട് ചെയ്തത്? ഇന്നലെയും കൂടി അമ്മ എന്നോട് പറഞ്ഞു, അടിച്ചോടിച്ചാലും ആട്ടിപ്പുറത്താക്കിയാലും ഏട്ടനെ വിട്ട് ഞാൻ പോരുതെന്ന്. ഇല്ല, മരണം വരെ എന്റെ ഏട്ടനെ വിട്ട് ഞാനെങ്ങും പോയില്ല. ഏട്ടാ,
ഇതെന്താ സിസ്റ്റർ ഏട്ടാ നിങ്ങൾ ഇതെന്താ കാണിച്ചേ? ഞാനൊന്നും ഏട്ടാ സിസ്റ്റർ സിസ്റ്റർ എന്താ? എന്താ എന്താ അശോക? അശോക് ഈശ്വര, എന്റെ അഭിയേട്ടൻ. മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ ഡോക്ടർ ആ എന്താ ആ അഭിമന്യു അഭിമന്യു? അയാള് കോൺഷ്യസ് ആയി. അത് നല്ല കാര്യമല്ലേ? അതിന് സിസ്റ്റർ എന്തിനാ ഇങ്ങനെ ബഹളം കൂട്ടുന്നത്? അതല്ല ഡോക്ടർ, ഡോക്ടർ ഒന്ന് വേഗം വന്നേ. ഡോക്ടർ ഡോക്ടറിന്റെ അഭിയേട്ടൻ എന്താ പറ്റിയ? ബഹളം കൂട്ടല്ലേ, നോക്കട്ടെ. അശോക, നേര് പറ, എന്റെ അഭിയേട്ടൻ എന്താ പറ്റിയ? എന്താ എന്താ ഒന്നും മിണ്ടാത്ത? എനിക്കറിയണം എന്റെ അഭിയേട്ടന് എന്താ സംഭവിച്ചത്. ആ പാവ മനുഷ്യന് അശോകൻ എന്ത് ചെയ്തു? ഡോക്ടർ, എന്റെ അഭിയേട്ടൻ എന്താ പറ്റിയ? പേടിക്കാനൊന്നുമില്ല. അഭിമന്യുടെ ഒക്കെ ഒന്ന് കോൺഷ്യസ് ആയി. ഫിസിക്കലി അല്ലെങ്കിലും മെന്റലി. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വളരെ ശക്തമായി അഭിമന്യുവിന്റെ മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് സോ പോസിറ്റീവ്. ശരീരമല്ല, ആദ്യം മനസ്സാണ് റിയാക്ട് ചെയ്യേണ്ടത്. പ്രസന്റ് ആംബിയൻസിനോട്, റിയാലിറ്റിയോട്, ഒടുവിൽ മരുന്നുകളോടും. മിറാക്കിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അഭിമന്യുവിന്റെ മനസ്സിൽ എന്തോ ഒന്ന് സംഭവിച്ചു. ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ എന്തോ ഒന്ന്. അതയാളിൽ വല്ലാത്ത പ്രകമ്പനം തീർത്തു. ഇനിയൊരു പക്ഷേ ഒരു റിക്കവർമെന്റ് വളരെ പെട്ടെന്നുണ്ടായേക്കാം. പ്രാർത്ഥിക്കും.
നിമിഷം പോലും ശത്രുവായിട്ട് കരുതിയിട്ടില്ല. എന്നാലും ഞാൻ അറിയാതെ എപ്പോഴോ മനസ്സൊന്ന് കൈവിട്ടു പോയി, തെറ്റിദ്ധരിച്ചു പോയി. അത് സാരമില്ല എടുത്തേ. തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് അശോകന്റെ ഗതിയാ. എടുത്ത് കാര്യം പറ. അഭിയേട്ടനിപ്പോ എങ്ങനെയുണ്ട്? നല്ല മാറ്റം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങിയെന്ന്. എനിക്കറിയാം അഭിയേട്ടന്റെ ഈ മാറ്റത്തിന് കാരണം അശോകനാ.